കേട്ടിട്ടില്ല. ഇത് നമ്മുടെ കേരളത്തിൻ്റെതല്ല, വിദേശ ട്രീറ്റ്മെന്റ് ആണ് കൈറോപ്രാക്ഷൻ എന്നുള്ളത്. എന്ന് പറയാൻ നമ്മുടെ സ്പൈൻ അല്ലെങ്കിൽ മറ്റ് ജോയിന്റ്സുകൾ ഡിസ്ലൊക്കേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ മാനുവലി കറക്റ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് കൈറോപ്രാക്ഷൻ. എന്നാൽ ഇത് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് നട്ടല് സംബന്ധമായ നടുവേദനയുള്ള ഡിസ്ക് ബൾജ്, ഡിസ്ക് പ്രൊലാപ്സ് ഇത്യാദി പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഇത് അഡോപ്റ്റ് ചെയ്യുന്നു. എന്നാൽ നടുവേദനയുടെ ഒരു അൾട്ടിമേറ്റ്ലി സൊല്യൂഷൻ കൈറോപ്രാക്ഷൻ ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ്. ചില ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിക്കും. ഇപ്പോൾ വീഡിയോയിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്, നട്ടൽ വെച്ചാൽ മൂടിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം, മൂടിയിരിക്കുന്ന പ്രത്യേകിച്ചും വിദേശികളുടെ ഒക്കെ കാണാം. അപ്പൊ അതൊരു അൾട്ടിമേറ്റ്ലി സൊല്യൂഷൻ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. എന്നാൽ നമ്മുടെ സ്പൈൻ കറക്ഷന് ഏറ്റവും നല്ല മെത്തഡോളജിയാണ് കൈറോപ്രാക്ഷൻ. ഇപ്പൊ നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ പല നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഒരു നടുവേദനയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളൊരു 3 വർഷം 4 വർഷം കഴിഞ്ഞാൽ ഹോസ്പിറ്റലൈസ് ചെയ്താൽ ഒരു പക്ഷേ സർജറി ആയിരിക്കും ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെയുള്ള കേസുകളെ സർജറിക്ക് മുമ്പ് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ, എന്തെങ്കിലും ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സർജറി ഇല്ലാതെ എല്ലാം ചെയ്യാൻ വേണ്ടല്ല. ചിലപ്പോൾ ചില വ്യക്തികൾക്ക് സർജറി കൊണ്ട് മാത്രമായിട്ട് റിലാക്സേഷൻ വരും. പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന വിധം സർജറിക്ക് മുമ്പ് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അതിനുള്ള മെത്തഡോളജിയാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ എനിക്ക് എൻ്റെ ലൈഫിൽ 90% ആളുകളെ സക്സസ് എന്നൊരു രീതിയിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഈവൻ സർജറി സജസ്റ്റ് ചെയ്ത കേസുകൾ പോലും മിക്കവാറും തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് ധാരാളം കേസുകൾ വരാനുണ്ടായിരുന്നു. അന്ന് ബെഡ്രിഡനായ കേസുകൾ വരെ ആംബുലൻസിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഒരു പരിധി വരെ രക്ഷപ്പെടുന്ന